എന്തൊക്കെയായിരുന്നു വേടൻ, കാടൻ, പൂടൻ. അവസാനം നമ്മുടെ വേടന്റെ കാമസൂത്ര കഥകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇനിയും ഇവനെ തോളിൽ ഏറ്റി നടക്കുന്ന ആളുകളോട് ഒന്നും പറയാനില്ല. കാരണം നിന്റെയൊക്കെ വീട്ടില് സ്ത്രീജനങ്ങൾ ഉണ്ടല്ലോ. ആ സ്ത്രീജനങ്ങളെയൊക്കെ അപ്പൊ നീ ഏത് ഭാഷയിലാണ് ഈ വേടന്റെ കാലൊക്കെ തൊട്ട് വന്ദിക്കുന്ന കുട്ടികളെയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായിരിക്കും ആ കുട്ടിയുടെയൊക്കെ മനസ്സിലുള്ളത് നോക്കൂ. കാരണം ഇവന്റെ കാമസൂത്ര കഥകൾ പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, രേവതി സമ്പത്ത് എന്ന് പറയുന്ന പ്രമുഖ സിനിമാ നടി തന്നെ പച്ചയ്ക്ക് പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കേണ്ടതുണ്ട്. കേട്ടിട്ട് നമുക്ക് ഓടി വരാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രേവതി സമ്പത്താണ് സംസാരിക്കുന്നത്. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറയുന്നത് ഹിരൺദാസ് മുരളി അഥവാ വേടൻ എന്ന പേരുള്ള റാപ്പ് സിംഗറിനെ കുറിച്ചിട്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വരുന്ന സെക്ഷൽ അബ്യൂസിനെ കുറിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് നമ്മൾ കുറെ വായിക്കുന്നുണ്ട്, നമ്മൾ കുറെ അറിയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാത്തയിടത്തിലൊക്കെ. ആ ഒരു സെക്ഷൽ ക്രൈമിനെ കുറിച്ചിട്ട് നമ്മൾ വളരെ അവെയർ ആണ് അല്ലെ. അപ്പം അതിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ നിയമപാലകരും നിയമസംരക്ഷകരും ഒക്കെ അവരുടെ അടുത്ത് എത്തിക്കാൻ കൂടെ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഒപ്പം മനഃപൂർവ്വം, അതായത് ഇന്റൻഷനലി കണ്ണിലും കാതിലും വായിലും ഒക്കെ ഒരു സെൻസർഷിപ്പ് ഇട്ട് നടക്കുന്ന സോ കോൾഡ് പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരെ കൂടെ തന്നെയാണ് ഞാനിവിടെ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് ഓൾറെഡി എവിഡന്റ് ആണെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞേ ഉള്ളൂ ആ കാര്യം, കുറച്ചും കൂടെ വ്യക്തത വരാൻ വേണ്ടി. അപ്പോ എനിക്ക് വളരെയധികം ആദ്യം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഹിരൺദാസ് മുരളീനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയല്ല. എനിക്കറിയില്ല അദ്ദേഹത്തിന്. ഇദ്ദേഹത്തിന്റെ പാട്ടുകളാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ ആസ് എവ്രി വൺ, ഇദ്ദേഹത്തിന്റെ പാട്ടുകളാണ് എനിക്ക് ആകെ അറിയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ സോങ്സ് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ വാ എന്ന് പറയുന്ന ഒരു സോങ് ആണെങ്കിലും ഇതെല്ലാം ഞാൻ അതിന്റെ റിലീസ് ഡേറ്റിന്റെ തലേ ദിവസം ഞാനും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ പ്രൊഫൈലിൽ നിന്ന്. അൺനോയിങ്ലി ദാറ്റ് ഇയാൾ ഒരു സെക്ഷൽ അബ്യൂസർ ആണ് എന്നുള്ളത്, ഒരു സെക്ഷൽ ക്രിമിനൽ ആണ്, ഹിസ് എ ക്രിമിനൽ, ഒരു ക്രിമിനൽ ആണെന്ന് അറിയാതെ തന്നെ ഞാൻ ഷെയർ ചെയ്തതാണ്. അത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഇഷ്യൂ പുറത്ത് വിസിബിൾ ആയി തുടങ്ങിയ സമയത്ത് തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഒരു തരത്തിലുള്ള വിസിബിലിറ്റിയോ ഒരു തരത്തിലുള്ള ആഘോഷങ്ങളോ ഒന്നും ഇങ്ങനെയുള്ള ക്രിമിനൽസിന് കൊടുക്കേണ്ട കാര്യമില്ല. അത് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ അടിയിലാണെങ്കിലും ഒക്കെ നിരന്തരം കാണുന്ന ഒരു കാര്യമാണ്, അഡ്മിറ്റ് ചെയ്തല്ലോ, ഓക്കെ ഇപ്പോഴെങ്കിലും അഡ്മിറ്റ് ചെയ്തു, നിങ്ങൾ അഡ്മിറ്റ് ചെയ്തതോടുകൂടി അയാൾ വേറൊരു ലെവൽ ഓഫ് ഹ്യൂമൺ ആക്കി ആൾക്കാർ എടുക്കുന്നു. വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. ഹി ഈസ് എ ക്രിമിനൽ അല്ലെ. അയാൾ ഒരു സെക്ഷൽ അബ്യൂസ് ചെയ്തിട്ടുള്ള അയാൾ ഒരു ക്രിമിനൽ, സെക്ഷൽ ക്രിമിനൽ ആണ് അയാൾ. ക്രിമിനൽ ഇസ് എ ക്രിമിനൽ. ക്രിമിനലിനെ ഏത് രീതിയിൽ നിങ്ങൾ ഘോഷിച്ചാലും ശരി, ഈ നിങ്ങൾ എന്ന് പറയുന്നത് ആരെയാണെന്നുള്ളത് ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിക്കോളെന്ന് വിശ്വസിക്കുന്നു. സ്വയം വിലയിരുത്തലിലേക്ക് പോകാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണല്ലോ നിങ്ങൾ എല്ലാവരും അല്ലെ. അപ്പോ എവിടെയെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും മനസ്സിലാവും ആരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഈ പ്രോഗ്രസീവ് സർക്കിളിനെ, എസ്പെഷ്യലി ഈ പ്രോഗ്രസീവ് സർക്കിളിനകത്ത് നിൽക്കുന്ന ആൾക്കാരെ. അതിന് താഴെ ഒത്തിരി കമന്റ്സും ഒത്തിരി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, പലരും മ്യൂച്വലിയൊക്കെ കിടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എങ്ങനെ പറ്റുന്നു, നിങ്ങൾ എല്ലാവരും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. അങ്ങനത്തെ ഒരു ക്രൈമിനെ, അല്ലെങ്കിൽ ആ സ്ത്രീകൾ അനുഭവിച്ച ട്രോമയെ, ആ സ്ത്രീകൾ അനുഭവിച്ച പെയിനിനെ, ഇതിനെയൊക്കെ നിങ്ങൾ ഇപ്പോഴും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ് അയാളുടെ അക്കൗണ്ടിലെ പോസ്റ്റുകളുടെ താഴെ പോയിട്ട് വളരെ നന്നായി, സ്വന്തമായി അഡ്മിറ്റ് ചെയ്തു, സ്വന്തമായി തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അത് വല്ലാത്തൊരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആദ്യം എന്ത് തിരിച്ചറിവാണ് സെക്ഷൽ അബ്യൂസിന് നിങ്ങൾ എന്ത് തരത്തിലുള്ള ഡെഫിനിഷനാണ് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ബീങ് എ സർവൈവർ ഇതെന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ അണ്ടറിൽ പോയിട്ട് ഇതിനെയൊക്കെ പറയുന്ന സ്ത്രീകളോടും കൂടെയാണ് പറയാനുള്ളത്. ഇത് നിങ്ങളുടെയും ഇഷ്യൂ ആണ്, ഇത് ഞങ്ങളുടെയും ഇഷ്യൂ ആണ്. ഓക്കെ, ഇത് നമ്മളുടെ എല്ലാവരുടെയും ഇഷ്യൂ ആണ്, ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. ഓക്കെ, അതെല്ലാം നമ്മളുടെയൊക്കെ റിഫ്ലക്ഷൻസ് തന്നെയാണ്. ഇതെല്ലാം ഈ പറയുന്നതെല്ലാം ഒത്തിരി ഹിരൺദാസ് മുരളിമാരുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്, അതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ കൊട്ടിഘോഷിപ്പൽക്ക് ആദ്യം നിർത്തുക. ഇത് കൊട്ടിഘോഷിച്ചിട്ട് അമ്പിളിയെ കൊട്ടിഘോഷിക്കുന്നതിനെതിരെ നിങ്ങൾ പോസ്റ്റ് ഇട്ടിട്ടും കാര്യമില്ല. നിങ്ങളും ചെയ്യുന്നത് അത് തന്നെയാണ്. അപ്പോൾ അത് എനിക്കൊന്ന് വ്യക്തമാക്കണം. അതുപോലെ തന്നെ ഇദ്ദേഹം അർഹിക്കുന്ന എല്ലാ ശിക്ഷയും ഇദ്ദേഹത്തിന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ഇയാളുടെ ഒരു ഷിഫ്റ്റ്, ഇയാളുടെ ഒരു ഫേസ് ഓഫ് ചേഞ്ച് നമുക്ക് അതിനകത്ത് ഇയാളുടെ എഴുത്തുകളിൽ തന്നെ കാണാൻ കഴിയും എന്നുള്ളത് ഒരു കാര്യമുണ്ട്. ഇയാൾ ആദ്യം ഇതിനെ അപ്രോച്ച് ചെയ്ത ഒരു കാര്യം, ആദ്യത്തെ പോസ്റ്റ് എന്തായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇതുമായി ഒരു ബന്ധവുമില്ലാതെ ഇങ്ങനെ എന്താണ് ഇയാൾ അറ്റാക്ക് ചെയ്യാൻ ആരോ വേറെ പുറത്തുനിന്നൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ട്രൈ ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇദ്ദേഹം ആദ്യം വിളമ്പി എഴുതിയത്. പിന്നെ സെക്കൻഡ് അദ്ദേഹം ആ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ നിന്ന നിലയിൽ തന്നെ അങ്ങ് ഷിഫ്റ്റ് ചെയ്തു. അതുപോലെ ലാസ്റ്റ് അദ്ദേഹം അഡ്മിറ്റ് ആയിക്കറിയാം കുരുക്കാണെന്നുള്ള കാര്യം അറിയാം, ഇയാളെ തേടി വരും എന്നുള്ള കാര്യം അറിയാം, ട്രാപ്പ് ആകുമെന്ന് നന്നായി അറിഞ്ഞിട്ടാണ് ഇയാൾ ഈ അഡ്മിഷൻ നടത്തിയിരിക്കുന്നത്. അഡ്മിഷൻ നടത്തുമോ ഇല്ലയോ അതല്ല ഫാക്ട്. അയാള് അർഹിക്കുന്നു, അയാൾ ശിക്ഷ അർഹിക്കുന്നു. കൃത്യമായി നിയമത്തിന്റെ ഫ്രണ്ടിൽ അയാൾ വരാനും എല്ലാ വിധത്തിലും അയാൾ ശിക്ഷ അർഹിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് നിയമപാലകർ അല്ലെങ്കിൽ നിയമസംരക്ഷകർ ഇതിനെതിരെ കാര്യങ്ങൾ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ, ഒപ്പം തന്നെ ആ സ്ത്രീകളോട് എന്റെ സ്നേഹവും ഐക്യദാർഢ്യവും ഞാൻ ഇതിലൂടെ പ്രഖ്യാപിക്കുന്നു. നോക്കൂ, രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ, ഇതിന് ഇച്ചിരി പ്രായക്കൂടുതലുണ്ട്. 2 വർഷം മുൻപുള്ള വെളിപ്പെടുത്തലാണ്. പക്ഷേ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉള്ള ഗോവിന്ദൻ, MV ഗോവിന്ദൻ, എന്തോ ഒരു ഗോവിന്ദൻ, ആ ഗോവിന്ദൻ പറഞ്ഞ് നമ്മളെല്ലാവരും കേട്ടു, ഇവൻ ഈ പടനായകനാണ്, അത്ര കേരളത്തിന്റെ പടനായകനാണ്. പിന്നെയോ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്തെന്നറിയാമോ, വേടൻ തിരുത്തിക്കൊണ്ട് വന്നവനാണ്. നോക്കൂ, ഈ പറയുന്നവന്മാരുടെയൊക്കെ വീട്ടിലുള്ള പെൺകുട്ടികളെ ആയിരുന്നു ഈ വേടൻ ഇത്തരത്തിൽ സെക്ഷൽ അബ്യൂസിങ് നടത്തിയത് എങ്കിൽ ഇവരിത് പറയുമായിരുന്നോ? ഇല്ലെന്നേ. അപ്പോഴെന്താണ്, കണ്ടോന്റെ കുട്ടിക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലാണ് ഈ വേടൻ ഒരുപാട് സ്ത്രീകളോട് ചെയ്ത ഒരുപാട് സെക്ഷൽ അബ്യൂസ്, അതായത് രതിവൈകൃതങ്ങൾ, അങ്ങനെ തന്നെ പറയണം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് കുറച്ച് വൃത്തി മെനയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ മലയാളത്തിൽ പറയുമ്പോൾ ഇവന്റെ കാമപ്രാന്തിനെ കുറിച്ചാണ് 2 വർഷം മുൻപ് ഒരുപാട് പെൺകുട്ടികൾ അവർക്ക് അനുഭവപ്പെട്ട, ഇവനിൽ നിന്ന് അനുഭവപ്പെട്ട ഒരുപാട് വേദനയൂറുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നത്. അവർക്ക് പിന്തുണ കൊടുക്കുന്നതിന് പകരം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അതല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയൊരു ഐക്കണാക്കി മാറ്റിയിരിക്കുന്നു. എന്ത് സന്ദേശമാണ് ഇവൻ നൽകുന്നത്? ആലോചിച്ച് നോക്കൂ. കഞ്ചാവ് കേസിലെ പ്രതി, പിന്നെയോ സ്ത്രീ പീഡകൻ, ഒരുപാട് മീറ്റു ആരോപണങ്ങൾ, വളരെ കാമപ്രാന്തനായിട്ടുള്ള ഇവന്റെ ആ ഒരു രതിവൈകൃതങ്ങളെ കുറിച്ച് ഒരുപാട് സഹോദരിമാർ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. എന്നിട്ടോ അതൊക്കെ അവൻ അഡ്മിറ്റ് ചെയ്തു, അതൊക്കെ അവൻ തിരിച്ചറിഞ്ഞു എന്നാ. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തിനാണ് കോടതിയും നീതിന്യായ വ്യവസ്ഥകളും ഒക്കെ? ഇവിടെ എന്തിനാണ്? ഇവിടെ ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കുറ്റം ചെയ്തു കേട്ടോ എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി അയാൾക്ക് സർക്കാരിന്റെ വലിയൊരു നോമിനി ആയിക്കൊണ്ട്, അതല്ലെങ്കിൽ സർക്കാരിന്റെ വലിയൊരു പ്രതിച്ഛായ ആക്കിക്കൊണ്ട് അയാളെ കൊണ്ട് നടക്കുക, അയാളുടെ ഒരു പ്രോഗ്രാമിന് 7 ലക്ഷം രൂപ വരെ കൊടുക്കുക. ആരുടെ കാശാ കൊടുക്കുന്നത്? ഞാനടക്കം, എന്നെ കാണുന്ന നിങ്ങളടക്കമുള്ള ഓരോ മനുഷ്യന്മാരും അടയ്ക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ട് പോലുമാണ് കേരള സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പാലക്കാടും നടത്തിയത്, പിന്നെയോ ഇടുക്കിയിലും നടത്തി. എന്തിനായിരുന്നു ഈ വേടനെ കൊണ്ടുവന്നത്? ഇയാള് ഈ പറയുന്ന ജിഹാദികൾ എഴുതി കൊടുത്ത വരിയും വായിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ കൂട്ടാൻ ഇവന് കഴിവുണ്ട്. കാരണം കേരളം ഇസ്ലാമിക ജിഹാദികളുടെ കളിത്തൊട്ടിൽ മാത്രമല്ല, യൂണിവേഴ്സിറ്റി കൂടിയാണ്. അതുകൊണ്ട് ജിഹാദികൾക്ക് വേണ്ടി ജിഹാദികളാൽ എഴുതപ്പെട്ട വരികൾ വായിച്ചുകൊണ്ട് അതിൽ തെറിയൊക്കെ മിക്സ് ചെയ്ത് അവന്റേതായിട്ടുള്ള ആ ഒരു ശൈലിയിൽ പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്ത് ഇവിടുത്തെ ജിഹാദികൾ അത് വിജയിപ്പിച്ചു. മാത്രമാണോ, ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ബാങ്ക് നോട്ടം ഇട്ടുകൊണ്ട് ഈ വേടനെ കൊണ്ട് പലസ്തീൻ പതാക, അതല്ലെങ്കിൽ ഹമാസ് ഭീകരന്മാരെ വെളുപ്പിക്കാനും ഇസ്രയേലിനെതിരെ സംസാരിക്കാനും മറ്റൊട്ടേറെ ഈ രാജ്യത്തെ നടക്കുന്ന ഒരു കാര്യവും പറയാതെ അന്യ രാജ്യങ്ങളിൽ നടക്കുന്ന ശത്രു രാജ്യങ്ങളായിക്കോട്ടെ, ഇസ്ലാമിക കൊടുംഭീകരന്മാരായിക്കോട്ടെ, അവരെയൊക്കെ വെളുപ്പിക്കാൻ ജിഹാദികൾ എഴുതി കൊടുത്ത ആ വരികൾ വായിക്കുന്ന, അവന് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ആളുകൾ ഇവിടെ പെരുകി വരുമ്പോൾ ആ ആളുകളാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പിണറായി വിജയൻ പച്ചയ്ക്ക് പറയാതെ പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ അയാൾക്ക് വേണ്ടി, ഈ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് വേണ്ടി വോട്ട് കുത്തിയ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുഖത്ത് തുപ്പുന്ന രീതിയിൽ തന്നെ ചെയ്തപ്പോഴും ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും വലിയ മതേതര പട്ടമണിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ഓശാന പാടുന്നുണ്ടെങ്കിൽ, ഹിന്ദുവേ, ക്രിസ്ത്യാനി, നിന്റെയൊക്കെ വീട്ടിലും ഇതുപോലെ വേടന്മാർ വരുമ്പോൾ അന്ന് നീ നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇനി ഈ രേവതി സമ്പത്ത് പറഞ്ഞ് മാത്രമല്ല, വേറൊരു പയ്യൻ പറയുന്നുണ്ട്, ഇത് 2 വർഷം മുൻപ് നടന്ന കാര്യമാണെങ്കിലും 20 വർഷമോ 200 വർഷമോ നടന്ന കാര്യമാണെങ്കിലും
പേക്കൂത്ത് നടത്തിയവൻ, പേക്കൂത്ത് നടത്തിയവൻ, കഞ്ചാവ് കേസിലെ പ്രതി, അവൻ അത് തന്നെയാണ് വൃത്തികെട്ടവനാണെന്ന് ഉറക്കെ പറയേണ്ടതുണ്ട്. അവനെ വെളുപ്പിക്കുന്ന ഓരോ ആളുകളും ഇവിടെ കമന്റ് ഇടുന്ന ഓരോരുത്തരും നിന്റെയൊക്കെ വീട്ടിലുള്ള പെൺകുട്ടികളെ അപ്പോൾ അവൻ എങ്ങനെയായിരിക്കും കാണിച്ചു കൊടുക്കുക എന്നത് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എന്റെ വീട്ടിൽ ഇവനെ കയറ്റില്ല. കാരണം പെണ്ണുപിടിയനായിട്ടുള്ള കാമപ്രാന്തനായിട്ടുള്ള രതി വൈകൃതം കാണിച്ച് നടക്കുന്ന സെക്ഷൽ അബ്യൂസിങ് മാത്രം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കഞ്ചാവടിയനെ, ഒരു വേട്ടാവളിയനെ എന്റെ വീട്ടിൽ കയറ്റില്ല. ഇവിടെ കമന്റ് ഇട്ട് മെഴുകുന്ന അവന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന നീയൊക്കെ കയറ്റിക്കോ, നീയൊക്കെ പഠിച്ച സംസ്കാരം അതാണല്ലോ, നീയൊക്കെ അറിഞ്ഞ, നീയൊക്കെ പെരുമാറുന്ന സംസ്കാരം അതാണല്ലോ, അതുകൊണ്ട് നീയൊക്കെ നിന്റെ വീട്ടിൽ അത് കയറ്റി കിടത്തിക്കോ, അവനെ കിടത്തിക്കോ. ഇനി വേറൊരു പയ്യന് പറയുന്നുണ്ട്, അതുകൂടെ കേട്ടിട്ട് നമുക്ക് ഓടി വരാം. ഹലോ ഗൈസ്, അപ്പൊ കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് ഒരുപാട് പെൺകുട്ടികളിൽ നിന്ന് ഒരുപാട് മോശമായിട്ടുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് വേടൻ എന്ന് പറയുന്ന കേരളത്തിലെ റാപ്പ് സിംഗർ. അപ്പൊ ആരാണ് വേടൻ എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ആദ്യം വേടനെ പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഈ കണ്ടതാണ് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളെല്ലാം തന്നെ വുമൺ അഗെയിൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പൊ ആ പേജിൽ കൊടുത്തിട്ടുള്ള മെയിൻ ആയിട്ട് ഇയാളുടെ മേൽ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഇവയൊക്കെയാണ്. സ്കോർട്ട് ചെയ്തു തരട്ടെ എന്നുള്ള ചോദ്യങ്ങൾ സാധാരണ സംസാരത്തിനിടയിൽ അല്ലെങ്കിൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുക, മദ്യപിച്ചിരിക്കുന്നതായ സമയത്ത് സെക്സിന് വേണ്ടി സമീപിക്കുക, ഉമ്മ വയ്ക്കാൻ പോലും താല്പര്യമില്ല എന്ന് പലതവണ വ്യക്തമാക്കിയതിനു ശേഷവും സെക്ഷലായ ബന്ധത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് പിന്നെയും സമീപിക്കുക, സെക്സ് ചെയ്യുമ്പോൾ വേദനയുണ്ട് എന്ന് പറഞ്ഞാലും അത് നിർത്താതെ കൂടുതൽ വേദന ഉണ്ടാക്കുന്ന തരത്തിൽ തുടരുക, ഞങ്ങൾ തമ്മിൽ സെക്സ് ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് കൂട്ടുകാരോട് കള്ളം പറയുക, സെക്ഷൽ റിലേഷൻഷിപ്പിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് തെറ്റായ കഥകൾ സൗഹൃദ വലയങ്ങളിൽ പ്രചരിപ്പിക്കുക. ഇവയൊക്കെയാണ് മെയിൻ ആയിട്ട് വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ ഉയർന്നു വന്ന ആരോപണങ്ങൾ. അപ്പൊ ഈ ആരോപണങ്ങളൊക്കെ നേരിട്ട സമയത്ത് മൗനത്തിലായിരുന്ന വേടൻ തന്റെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി 2 ദിവസങ്ങൾക്ക് മുൻപ് ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് വീഴ്ചകൾ ഉണ്ടായി, ഈ വന്ന ആരോപണങ്ങൾക്കൊക്കെ ഞാൻ മാപ്പ് പറയുന്നു എന്നുള്ള രീതിയിൽ, ഈ പറഞ്ഞ ആരോപണങ്ങൾക്ക് ഉൾക്കൊള്ളുന്ന രീതിയിലും അതുപോലെ തന്നെ അതിനൊക്കെ ഖേദം പ്രകടിപ്പിക്കുന്ന രീതിയിലുമാണ് ആ ഒരു പോസ്റ്റ് വേടൻ അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധം, അതായത് ഒരുപാട് പെൺകുട്ടികളെ ഇത്തരത്തിൽ സെക്ഷൽ അബ്യൂസിങ്ങിന് വേണ്ടി അതല്ലെങ്കിൽ ഇവന്റെ കാമപ്രാന്ത് തീർക്കാൻ വേണ്ടി സമീപിക്കുന്നു. ആ സമീപിച്ച പെൺകുട്ടികളെല്ലാം മീറ്റു ആരോപണം രംഗത്ത് വന്ന സമയത്ത് പച്ചയ്ക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ എന്നോട് വേടൻ എന്ന് വിളിക്കുന്ന ഈ കിരൺദാസ്, എന്തോ ഒരു ദാസ് മുരളി ഇവൻ ചെയ്തിരുന്നു എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ആ പെൺകുട്ടികളെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഇന്ന് ഈ വേടൻ എന്ന് പറയുന്ന ഈ കാമപ്രാന്തനെ തോളിലേറ്റി നടക്കുന്ന ആ കാമപ്രാന്തന്റെ കാല് തൊട്ട് വന്ദിക്കാൻ വേണ്ടി കുമ്പിട്ട ആ പെൺകുട്ടിയുടെയൊക്കെ കഥ, ആ പെൺകുട്ടിയുടെയൊക്കെ വീട്ടുകാരുടെയൊക്കെ കഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഇതിലധികം എന്താണ് പറയേണ്ടത്? ഇതും 2 വർഷങ്ങൾക്ക് മുൻപ് പുറത്തു വന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഈ വേടൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വേടൻ പറഞ്ഞു, ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഞാനിതാ അഡ്മിറ്റ് ചെയ്യുന്നു, എന്നോട് ക്ഷമിക്കണം. പിന്നെ ഇപ്പൊ വീണ്ടും വേടൻ മാപ്പ് പറഞ്ഞു. അതെന്തിനാ? അത് കഞ്ചാവ് കൈവശം വെച്ചതിനും കഞ്ചാവ് അടിച്ചതിനും അറസ്റ്റ് ചെയ്ത് വെറും ഒരു തെമ്മാടിയായി മുന്നോട്ട് പോലീസുകാർ പൊക്കിപ്പിടിച്ചു കൊണ്ടുപോയപ്പോഴും വേടൻ മാപ്പ് പറഞ്ഞു. അപ്പോൾ വേടന് മാപ്പ് കൊടുത്തു ആരൊക്കെ? ഇവിടത്തെ ജിഹാദി കൂട്ടങ്ങളും ഇവിടത്തെ അന്തം കമ്മികളും ഇവിടെ നാട് കട്ടുമുടിച്ച 6.5 പതിറ്റാണ്ട് എന്റെ ഭാരതത്തെ കട്ടുമുടിച്ച അടിമ കൊങ്ങികളും അവനെ പൊക്കി നടന്നു. കാരണം എന്താ? അവന്റെ പിറകിലുള്ള ഇസ്ലാമിക ജിഹാദികളുടെ ഇസ്ലാമിക സമുദായത്തിന്റെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ഒരു പെണ്ണുപിടിയനെ, ഈ കാമപ്രാന്തനെ, ഈ കഞ്ചാവടിയനെ, ഈ മയക്കുമരുന്ന് അടിക്കാരനെ പൊക്കിപ്പിടിച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ അവന്റെയൊക്കെ സംസ്കാരം, അവന്റെയൊക്കെ വീട്ടിലുള്ള ആ സ്ത്രീകളെ, അമ്മ പെങ്ങന്മാരെ എങ്ങനെയാണ് നിങ്ങളൊക്കെ ഈ വേടനെ തോളേറ്റി നടക്കുന്ന ആളുകളുടെ വീട്ടിൽ ജീവിക്കുന്നത് എന്ന് വലിയ ചോദ്യമാണ്. അപ്പോൾ രേവതി സമ്പത്തായാലും ഒട്ടേറെ സ്ത്രീകളും വെളിപ്പെടുത്തി രംഗത്ത് വന്നപ്പോൾ യെസ് ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് കേരള ജനതയുടെ മുഖത്ത് നോക്കി സമ്മതിച്ച ആ പെണ്ണുപിടിയന് മാപ്പ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ കർമ്മമുണ്ടല്ലോ, അത് നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീജനങ്ങളോട് ചെയ്യുന്ന മഹാപാതകമാണെന്ന് പച്ചയ്ക്ക് പറയട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.